2024 അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ചില പടങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു പടം ഉണ്ടെങ്കിൽ അത് ക്രേവൻ ദി ഹണ്ടറാണ്. കഴിഞ്ഞ വർഷം റിലീസാവേണ്ട ഒരു പടമായിരുന്നു ഈ ഒരു ക്രേവൻ. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഈ ഒരു പടം ഡിലേ ആയി. എന്തായാലും ഈ വരുന്ന ഡിസംബർ 13-ാം തീയതിയാണ് ഈ ഒരു പടം റിലീസാവുന്നത്. ക്രേവൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ സ്പൈഡർമാൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലനാണ്. അത്യാവശ്യം ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്രേവനുള്ളത്. അപ്പോൾ ഈ ഒരു പടം എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രെയിലർ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പടം കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള പ്ലാനിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടം ഉണ്ടെങ്കിൽ അത് ബേബി ജോണാണ്. ബേബി ജോൺ എന്ന് പറയുന്ന പടം തെറിയുടെ ഒരു അഡാപ്റ്റേഷൻ ആണെന്നായിരുന്നു പല റിപ്പോർട്ട്സും പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അഡാപ്റ്റേഷൻ അല്ല, ഒരു പക്കാ റീമേക്ക് എന്ന രീതിയിൽ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആഡ്ലി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് ആയിട്ടുള്ള തെറി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വർക്ക് ആവും എന്നത് കാണാനൊരു ആകാംക്ഷ എനിക്കുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു തെറി എന്ന് പറയുന്ന പടം ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടൊരു പടമായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആയൊരു പടമാണ്. ആഡ്ലിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം തലപതി വിജയും ആ ഒരു കുട്ടിയുടെയും കെമിസ്ട്രിയും നല്ല രീതിയിൽ പോർട്രേ ചെയ്യുക, നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ ആഡ്ലി എന്ന് പറയുന്ന ഡയറക്ടർ അത് നമ്മളെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല, നമുക്ക് ആ ഒരു കഥാപാത്രങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ തെറി എന്ന് പറയുന്ന പടം വളരെയധികം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു പടത്തിനാണ് നമ്മുടെ ആഡ്ലിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. അതും പുതിയൊരു ഡയറക്ടറിനെ വെച്ചിട്ട്. അവനാണ് മ്യൂസിക്, കീർത്തി സുരേഷ്, പിന്നെ നമ്മുടെ ഗോതയിലുള്ള നായികയായിട്ടുള്ള വാമികയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പടം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അവരുടെ കൾച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു പടം പോർട്രേ ചെയ്യുന്നത് അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അതേപോലെ തന്നെ വരുൺ ധവാൻ്റെ സ്വാഗ് ഈ പടത്തിൽ എങ്ങനെയാണെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഈ ഒരു പടത്തിൽ വിജയ് കുമാർ എന്ന് പറയുന്ന ക്യാരക്ടറിന് വിജയ് എന്ന് പറയുന്ന ആക്ടർ കൊടുത്തിരിക്കുന്ന ചില ട്രേറ്റ്സും സ്വാഗൊക്കെ ഉണ്ട്. അത് എനിക്ക് ഈ വരുൺ ധവാൻ്റെ ക്യാരക്ടറിൽ കാണാൻ ആഗ്രഹമില്ല. കാരണം ഓൾറെഡി വിജയ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഡിക്റ്റോ ആയിട്ട് വരുൺ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തെറി കണ്ടാൽ പോരെ. അതൊക്കെ കൊണ്ട് ഈ ഒരു പടത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് വരുൺ ധവാൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള വിജയ് കുമാറിൻ്റെ സ്വാഗാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ അത്യാവശ്യം എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പടം കാണാനുള്ളൊരു പ്ലാനുണ്ട്. ഡിസംബർ 25-ാം തീയതിയാണ് ഈ ഒരു പടം റിലീസാവുന്നത്. പിന്നെ കാണാൻ ആഗ്രഹമുള്ള ഒരു പടം എന്ന് പറയുന്നത് മാർക്കോ ആണ്. ഈ ഒരു പടം അത്യാവശ്യം ബ്രൂട്ടലായിരിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കൊറിയൻ സ്റ്റൈലിൽ ഉള്ള ബ്രൂട്ടൽ സീൻസൊക്കെ ഈ ഒരു പടത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അതൊക്കെ കൊണ്ട് ഈ ഒരു പടത്തിന് A സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പടത്തിന് വലിയ രീതിയിലുള്ള സ്റ്റോറി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ആക്ഷൻ സീക്വൻസിനും അതേപോലെ തന്നെ മേക്കിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്തായാലും ഈ ഒരു പടം കാണാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പടം എന്ന് പറയുന്നത് ബാറോസ് ആണ്. ഈ ഒരു പടം 3Dയിലാണ് റിലീസാവാൻ വേണ്ടി പോകുന്നത്. റീസെൻ്റ്ലി തിയേറ്ററിൽ വെച്ചാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു പടം ഒരു ഫാൻറ്റസി ടൈപ്പ് പടമാണ്. അത് എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തൊരു പടം, അത്യാവശ്യം വലിയൊരു ക്യാൻവാസിൽ വരുന്നൊരു പടം. അതൊക്കെ കൊണ്ട് ഞാൻ ഈ ഒരു പടം കാണാൻ ഹൈലി എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പടങ്ങളാണ് ഈ ഒരു ഡിസംബർ മാസം ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പടങ്ങൾ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ക്രേവൻ ദി ഹണ്ടർ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ഈ ഒരു ബേബി ജോണും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ബാറോസും മാർക്കും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഉള്ളൊരു പടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.